ഇതെന്ത് കുന്തോണ്? ഇത് കുന്തോന്നല്ല കേട്ടോ, ഇത് ട്രൈപ്പോഡാണ്. വീഡിയോ പിടിക്കുക ഇവൻ വേണം. ആഹാ. ഹലോ, നമ്മുടെ കയ്യിലുള്ളത് പഴയ സിറിഞ്ചാണ്. ഇത് കണ്ടില്ലേ, ഒരു പഴയ സിറിഞ്ചാണ്. ഇങ്ങനത്തെ സിറിഞ്ച് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ സിറിഞ്ച് എവിടെ നിന്നായാലും ഒന്ന് ഒപ്പിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. ഈ സിറിഞ്ച് വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രൈപ്പോഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ആവശ്യമുള്ള ട്രൈപ്പോഡ് അല്ലേ. പൈസ ചിലവില്ലാണ്ട് നമുക്ക് ചെറിയ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയ ട്രൈപ്പോഡുകളാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ സിറിഞ്ച് എടുത്തിട്ട് ഈ സിറിഞ്ചിൻ്റെ അറ്റം കണ്ടില്ലേ, ഈ കൂർത്ത ഭാഗം ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടാ. കണ്ടില്ലേ, ഒരു കത്രിക എടുത്തിട്ട് ഈ കത്രിക വെച്ച് നമ്മൾ ഈ കൂർത്ത ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാണ്. കണ്ട, സിറിഞ്ചിൻ്റെ കട്ട് ചെയ്ത ഭാഗമില്ലേ, ഈ ഭാഗത്ത് നല്ല മിനുസം ഉണ്ടാ. പക്ഷേ ഈ മിനുസം നമുക്ക് വേണ്ട. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് ഉരച്ചൊന്ന് സ്ക്രാച്ച് ആക്കി എടുക്കണം, പിന്നെ ഒന്ന് ലെവലാക്കി എടുക്കണം. കണ്ടില്ലേ, ഇതൊരു വളഞ്ഞ ഷേപ്പാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ലെവൽ ചെയ്തെടുക്കാനും സ്ക്രാച്ച് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ട, ഇത് നല്ലതുപോലെ നമ്മൾ ഉരച്ചു കൊടുക്കുകയാണ് കേട്ടോ. സിറിഞ്ച് അങ്ങനെ ഉരച്ച് സ്ക്രാച്ച് ആക്കി എടുത്ത നേരത്തെ തന്നെ നമ്മളൊരു ചെറിയൊരു കുപ്പിയുടെ അടപ്പ് എടുത്തിട്ടുണ്ട്. ചെറിയ കുപ്പിയുടെ അടപ്പല്ല കേട്ടോ, ഒരു വിധം വലിയ കുപ്പിയുടെ അടപ്പ് തന്നെയാണ്, ക്യാപ്പ് തന്നെയാണ് ഇട്ടത്. ഈ കുപ്പിയുടെ അടപ്പ് നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. കണ്ട, കത്രിക വെച്ച് നമ്മൾ കണ്ട ഈ രണ്ട് സൈഡ് നമ്മൾ ഇങ്ങനെ കണ്ട കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടില്ലേ, ഈ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ നോക്കിയേ, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ട, കട്ട് ചെയ്തതിൻ്റെ ഈ വിടർന്ന് നിൽക്കുന്ന ഈ ഭാഗങ്ങളിൽ, ചിറക് പോലെ നിൽക്കുന്ന ഭാഗങ്ങൾ, അതും കൂടി നമ്മൾ കട്ട് ചെയ്ത് കളയാൻ കേട്ടോ. കണ്ട, കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കുപ്പിയുടെ ക്യാപ്പ് കണ്ടില്ലേ, സൂപ്പറായി കിട്ടിയില്ലേ. നമുക്ക് ഇങ്ങനെയാണ് കിട്ടേണ്ടത്. കണ്ടില്ലേ, ഇതിൻ്റെ അകത്താണ് നമ്മൾ മൊബൈൽ വെക്കാൻ പോകുന്നത്. അതായത് ട്രൈപ്പോഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മൊബൈൽ വെക്കാനുള്ള സ്റ്റാൻഡാണ് ഈ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത്. അങ്ങനെ നമ്മൾ നടുക്ക് വെട്ടിമുറിച്ച കുപ്പിയുടെ അടുപ്പ് എടുത്തിട്ട് ഇനി നമുക്ക് അതിൽ പശ പുരട്ടിയെടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ളത് ഫ്ലസ് ക്യൂക്കാണ് കേട്ടോ. ഫ്ലസ് ക്യൂക്ക് വേഗത്തിൽ ഒട്ടുന്ന പശയാണ്. ഒട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒട്ടുന്ന ഏത് ടൈപ്പ് പശയും നമുക്ക് ഇവിടെ ഒട്ടിച്ചെടുക്കാനായിട്ട് എടുക്കാം കേട്ടോ. ഈ അടപ്പിൻ്റെ മുകളിൽ നമ്മൾ നല്ലതുപോലെ ഫ്ലസ് ക്യൂക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പശ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സിറിഞ്ചിൻ്റെ നമ്മൾ ഉരച്ചെടുത്ത ഭാഗമില്ല, സ്ക്രാച്ച് ചെയ്ത ഭാഗം, ആ ഭാഗം നമ്മൾ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ കണ്ട ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അടിപൊളിയല്ലേ. അപ്പോൾ ഈ സിറിഞ്ചിൻ്റെ മേൽഭാഗത്ത് നമ്മുടെ കുപ്പിയുടെ അടപ്പ് വന്നപ്പോൾ അടിപൊളിയായില്ലേ. കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉഷാറായ സ്ഥിതിക്ക് ഇനി നമുക്ക് സിറിഞ്ചിന് ഒരു കാലും കൂടി വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ഡെപ്പിയുടെ അടപ്പാണ് കേട്ടോ. അത് കണ്ടില്ലേ, ഡെപ്പിയുടെ ക്യാപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ വീതിയുള്ള ഒരു അടപ്പ് എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. എന്തിനാന്ന് വെച്ചാലേ നമുക്കിത് നിലത്ത് വയ്ക്കുമ്പോൾ ഇത്തിരി വീതിയിൽ കിട്ടുകയാണെങ്കിൽ അവിടെ ഇരുന്നോളും, പെട്ടെന്ന് മറിഞ്ഞൊന്നും വീഴില്ല. ഈ ബോട്ടിൽ ക്യാപ്പിനേക്കാൾ ചെറുതാവരുത് എന്ന് മാത്രം നോക്കിയാൽ മതി കേട്ടാ. ഇനി ഇത് കണ്ട, ഇതെന്താണെന്ന് അറിയാമോ? ഇത് മെഴുകുതിരിയൊന്നല്ല കേട്ടാ, ഇത് നമ്മുടെ കയ്യിലുള്ള പഴയ ഗ്ലൂ ഗണ്ണിൽ ഉപയോഗിക്കുന്ന സ്റ്റിക്കാണ്. ഗ്ലൂ ഗണ്ണിൻ്റെ ഗണ്ണൊന്നും നമ്മുടെ കയ്യിലില്ല, ഈ സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സ്റ്റിക്ക് കുറച്ച് ഉപയോഗിച്ചതാണ് കേട്ടോ. ഏത് തരത്തിലുള്ള പശ വെച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഗ്ലൂ ഗണ്ണിൽ ഉപയോഗിക്കുന്ന ഈ ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. കടലാസ് വെച്ച് കത്തിച്ച് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും കത്തിച്ചെടുക്കാം. ഗ്ലൂ സ്റ്റിക്ക് ചൂടാക്കിയെടുത്ത് നല്ലപോലെ ഉരുകി കിട്ടും. അപ്പോൾ ആ പശ ഇതുപോലെ നമുക്ക് തേച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ സിറിഞ്ചിൻ്റെ അടിഭാഗത്തും നമ്മൾ നല്ലതുപോലെ തേച്ച് കൊടുത്തിട്ട് കണ്ട ഗ്ലൂ ഗണ്ണിൽ ഉപയോഗിക്കുന്ന ആ സ്റ്റിക്ക് നമ്മൾ ചൂടാക്കി പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് ഉറച്ചിരിപ്പുണ്ട് കേട്ടോ. നല്ല ആന പിടിച്ചാലും പോരാത്ത ഉറപ്പായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ സിറിഞ്ച് വെച്ച് നമ്മളുണ്ടാക്കിയ ഈ വിരുദ്ധനായിട്ടുള്ള ട്രൈപ്പോഡിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഉയർത്താനും മേലോട്ട് ഉയർത്താനും അതുപോലെ തന്നെ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് താഴോട്ട് കൊണ്ടുവരാനൊക്കെ ഈസി ആയിട്ട് പറ്റും. ഈ സിറിഞ്ച് ആയതുകൊണ്ടേ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഇത്തിരി ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഈ സിറിഞ്ചിൻ്റെ അകത്ത് നമ്മൾ രണ്ട് ഭാഗം ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ എയർ കയറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സിറിഞ്ചിൻ്റെ മേൽഭാഗത്തായിട്ട് ചെറുതായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കണം. കണ്ട, ഇതുപോലെ ഒരു പിന്നോ അതുപോലെ സൂചി എന്തെങ്കിലും ചൂടാക്കിയിട്ട് ഒരു കൊച്ചു ഹോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എയർ അങ്ങനെ നിൽക്കില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് മേലോട്ടും താഴോട്ടും നല്ല സൂപ്പറായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഇത് കണ്ട, മൊബൈലൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. വലിയ സംഭവബഹുലമായിട്ടുള്ള ട്രൈപ്പോഡൊന്നും അല്ലാത്തത്, വളരെ ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റിയ ട്രൈപ്പോഡാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. വെയിറ്റ് ഒന്നും ഇല്ലാത്ത അടിപൊളി ട്രൈപ്പോഡാണ്, ഒരു കൊച്ചു ട്രൈപ്പോഡ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ, അടിപൊളിയാണ്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതിൽ സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ട്രൈപ്പോഡാണ്. കണ്ട, അതിന് വേണ്ടി നമ്മളൊരു കുപ്പി എടുത്തിട്ടുണ്ട്. സാധാരണ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി, എല്ലാവരും വീട്ടിൽ ഇഷ്ടം പോലെ ഇങ്ങനത്തെ കുപ്പി കാണും. അപ്പോൾ ഈ കുപ്പിയിൽ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നല്ലതുപോലെ നമ്മൾ വെള്ളം നിറച്ചെടുക്കാൻ പോവുകയാണ്. കണ്ട, നല്ലതുപോലെ വെള്ളം നിറച്ച് മുകൾ ഭാഗത്ത് ആ അടപ്പ് നല്ലതുപോലെ ടൈറ്റാക്കി നമ്മൾ. ഇനി നമ്മൾ ചെറിയൊരു കുപ്പി എടുത്തിട്ടുണ്ട്. ചെറിയ കുപ്പിയാവാം വലിയ കുപ്പിയാവാം, എങ്ങനെയുള്ള കുപ്പിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ എടുത്തിട്ടുള്ളത് ചെറിയൊരു കുപ്പിയാണ്. ഇതുപോലത്തെ ഒരു കുപ്പിയായിരിക്കും നല്ലത്. കാണാനൊക്കെ ക്യൂട്ടായിട്ടുള്ളൊരു ചെറിയ കുപ്പിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ കുപ്പിയുടെ കണ്ട ഈ അടിഭാഗം നമ്മൾ നേരത്തെ കട്ട് ചെയ്തതുപോലെ തന്നെ ഇത് കണ്ട ഇതുപോലെ ഇതിങ്ങനെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം, കുറച്ച് മാത്രം. ഇവിടെ നമുക്ക് മൊബൈൽ വെക്കാനുള്ള ഒരു സ്റ്റാൻഡിൻ്റെ ഒരു സ്ഥലം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയൊക്കെ മൂർച്ചയുള്ള കത്തി കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, കൈക്കൊന്നും യാതൊരുവിധ കേടുപാട് സംഭവിക്കരുത്. അപ്പോൾ ഈസി ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഗ്ലൂ സ്റ്റിക്കിൽ നമ്മളെടുത്ത ഗ്ലൂ സ്റ്റിക്ക്, ആ മെഴുകുതിരി പോലത്തെ ആ സംഭവം വീണ്ടും എടുത്തിട്ട് ചൂടാക്കി. കണ്ട,
ഈ കുപ്പിയുടെ മേൽഭാഗത്തും അതുപോലെ തന്നെ ചെറിയ കുപ്പിയുടെ അടിഭാഗത്തും ആ 2 അടുപ്പിൻ്റെ മുകളിലായിട്ട് ആ ക്യാപ്പിൻ്റെ മുകളിലായിട്ട് നമ്മൾ നല്ലതുപോലെ പശ തേച്ച് കൊടുത്തിട്ട് അമർത്തി അങ്ങോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ സൂപ്പറായിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട്, സൂപ്പറായിട്ട് ഒട്ടിയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാശ് മുടക്കാത്ത രീതിയിലുള്ള ഈസി ആയിട്ടുള്ള ട്രൈപോഡിലെ രണ്ടാമത്തെ സംഭവമാണ് നമ്മൾ കാണിച്ചത്. കണ്ട, അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാണ്, വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് സൂപ്പറാണ്, അടിപൊളിയാണ്. വീട്ടിൽ ഇഷ്ടംപോലെ കിട്ടുന്ന സംഭവമല്ലേ പ്ലാസ്റ്റിക് കുപ്പി. അപ്പോൾ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സൂപ്പറായിട്ട് നമുക്ക് വീഡിയോ ഒക്കെ പിടിക്കാൻ പറ്റിയ ഒരു ട്രൈപോഡ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളി ഐറ്റമാണ്. ഇത് കണ്ട, നമ്മൾ മൂന്നാമത്തെ ട്രൈപോഡ് ഉണ്ടാക്കാൻ പോവേണ്ട. മൂന്നാമത്തെ ട്രൈപോഡ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പാണ്. പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പ് എന്ന് പറഞ്ഞാൽ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന പൈപ്പാണ്, ഇലക്ട്രിക് വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന പൈപ്പാണിത്. അപ്പോൾ ഈ പൈപ്പ് ഒട്ടുമിക്ക വീടുകളിലും സാധാരണയായിട്ട് ഉണ്ടാവും, ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ചെറിയ കഷ്ണമാണെങ്കിൽ നമുക്ക് ജോയിൻ്റ് അടിച്ചെടുക്കാൻ പറ്റൂട്ടാ. ഇതിപ്പോൾ ഒരു 1.5 മീറ്ററോ 2 മീറ്ററൊക്കെ വരാവുന്ന ഒരു പൈപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പൈപ്പ് വേണം നമുക്ക്. ഇനി നമുക്ക് വേണ്ടത് പ്ലംബിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ടീ ആണ് വേണ്ടത്. ടീ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഷേപ്പ് കണ്ടില്ല, അതുകൊണ്ടാണ് ഇതിന് ടീ എന്ന് പേര് വന്നത്. ഇത് പൈപ്പിൻ്റെ പണിക്കൊക്കെ ഉപയോഗിക്കുന്ന ഫിറ്റിങ്സ് ആണ്. അപ്പോൾ ഈ ടീ നമ്മൾ എടുത്തിട്ട് ഈ ടീയുടെ ഈ ഭാഗം കണ്ട ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഈ വശത്ത് നമ്മൾ കണ്ട ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് മൊബൈൽ വെക്കാനായിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി എടുക്കണം. നമ്മൾ കത്തിയൊന്നും വെച്ച് ഈ ടീ ഒന്നും മുറിക്കാൻ പറ്റില്ല കേട്ടോ. ആക്സോ ബ്ലേഡ് കൊണ്ട് തന്നെ മുറിച്ചെടുക്കണം, എന്നാലാണ് നന്നായിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കിട്ടുള്ളൂ. അപ്പം നമ്മൾ ചടപടാന്ന് അങ്ങനെ കട്ട് ചെയ്ത് കണ്ട ടീ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തുണ്ട്. ഇതേപോലെയാണ് കട്ട് ചെയ്യേണ്ടത്, ഒരു കാരണവശാലും കട്ട് ചെയ്ത് മുറിച്ചാണ് കളയരുത് മുഴുവനായിട്ട്. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ചൂടാക്കൽ പ്രക്രിയയാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ആണി എടുത്തിട്ടുണ്ട്, അത് തന്നെ ഒരു പ്ലെയർ എടുത്തിട്ടുണ്ട്. ഈ പ്ലെയർ കൊണ്ട് ആണീനെ ഇങ്ങനെ പിടിച്ചിട്ട് കണ്ട നല്ലതുപോലെ നമുക്ക് ചൂടാക്കി എടുക്കണം. കണ്ട നമ്മളിവിടെ തീ കൊളുത്തി എന്നിട്ട് കണ്ട നല്ലതുപോലെ ആണി അങ്ങോട്ട് ചൂടാക്കി പഴുപ്പിച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ ടീ അങ്ങോട്ട് തുളച്ചെടുക്കാൻ പോവുകയാണ്. ടീ ഇതിങ്ങനെ ഇട്ട് തുളയ്ക്കേണ്ടത്, ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടാണ് തുളച്ചെടുക്കേണ്ടത്. അപ്പോൾ ടീ നമ്മൾ തുളച്ചെടുത്തുണ്ട്, ഇത് കണ്ടില്ലേ സൂപ്പറായിട്ട് നമ്മൾ തുളച്ചെടുത്തുണ്ട്. ഇനി നമ്മൾ ആ പൈപ്പില്ലേ, നമ്മുടെ വയറിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പ് എന്ന് പറഞ്ഞില്ലേ, ആ പൈപ്പ് നമ്മൾ എടുത്തിട്ട് നല്ലതുപോലെ നമ്മൾ ഇതുപോലെ തന്നെ ആണി ചൂടാക്കിയിട്ട് നല്ലതുപോലെ നല്ല നിരത്തി പിടിച്ചാണ് ഹോളിട്ട് കൊടുക്കണം. അടിപൊളിയായിട്ട് പൈപ്പിൻ്റെ പള്ളിയിൽ കൂടി കുത്തി കയറ്റി ചടപടാന്നങ്ങനെ ഹോളിട്ട് എടുക്കുകയാണ് കേട്ടോ. നമ്മൾ പൈപ്പിൽ ഇങ്ങനെ ദ്വാരങ്ങളിട്ടെടുക്കുന്നത് നിരയായിട്ടാണ് കേട്ടോ. എന്നാലാണ് നമുക്ക് ഈ ടീയും ഈ ഹോളും കൂടി കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഇനി നമ്മളൊരു കുപ്പി എടുത്തേണ്ട, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി, എല്ലാവരുടെ വീട്ടിലുള്ളതാണ് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി മതി നമുക്ക്. എന്നിട്ട് ഈ കുപ്പിയുടെ അകത്ത് നമ്മൾ എംസാൻഡ് വാരി നിറയ്ക്കുകയാണ്. നമ്മുടെ ഈ കുപ്പിക്ക് അകത്തായിട്ട് നല്ലതുപോലെ വെയിറ്റ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് എംസാൻഡ് വാരി നിറയ്ക്കുന്നത്. അപ്പോൾ എംസാൻഡ് ഇല്ലെങ്കിൽ മണലോ എന്തായാലും നിറയ്ക്കാം. സിമെൻറ്റ് മിക്സ് ചെയ്താണെങ്കിൽ കുറച്ചും കൂടി ഉറപ്പായിട്ട് കിട്ടും. പക്ഷേ ഇവിടെ നമ്മുടെ കയ്യിൽ സിമെൻറ്റൊന്നും ഇല്ല. എന്നിട്ട് ഈ എംസാൻഡ് വാരി നല്ലതുപോലെ നിറച്ചതിന് ശേഷം നമുക്ക് ഈ പൈപ്പ് നമ്മൾ ചൂടാക്കി തുളച്ചെടുത്ത പൈപ്പ് നല്ലതുപോലെ ഈ കുപ്പിയുടെ അകത്തേക്ക് നമുക്ക് ഇറക്കി കൊടുക്കാം. കണ്ട ഇതേപോലെ ഇങ്ങനെ ഈസി ആയിട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കാൻ പറ്റും. ഇത്തിരി ഒന്ന് ശക്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് നല്ലതുപോലെ അങ്ങോട്ട് ഉറപ്പിച്ച് നിർത്താൻ പറ്റൂട്ടാ. എന്നിട്ട് നമ്മൾ ഇത്തിരി മാസ്കിൻ ടേപ്പ് എടുത്തിട്ടുണ്ട് കണ്ട. എന്നിട്ട് ഈ പേപ്പർ ടേപ്പ് നല്ലതുപോലെ കുപ്പിയുടെ അറ്റത്തും ഈ പൈപ്പിലായിട്ട് നമ്മൾ ചുറ്റി അങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. എന്നിട്ട് നമ്മളൊരു ആണി എടുത്തിട്ടുണ്ട്, ഈ ആണിയാണ് നമ്മുടെ കീ. ഈ ആണി വെച്ചിട്ട് നമ്മൾ കണ്ട ഈ ടീയുടെ അകത്ത് ഇതേപോലെ പൈപ്പിൻ്റെ അകത്തേക്ക് വരാൻ പാകത്തിന് ഈ ഹോളിൽ കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കോർത്തൊരു കുടുക്ക് പോലെ ഇങ്ങനെ ആക്കി വെക്കണം. കണ്ട, അപ്പോൾ നമ്മുടെ ഈ ടീ ഒരു കാരണവശാലും താഴേക്ക് പോവില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ എന്തോരം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാമോ അത്ര രീതിയിൽ നമുക്ക് ഈ ടീ ഇങ്ങനെ ആണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഈ ടീ ഇവിടെ ഉയർത്തിയും താഴ്ത്തിയും നമുക്ക് ഷൂട്ട് ചെയ്യാൻ സൗകര്യത്തിന് മൊബൈൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുവാൻ സാധിക്കുന്ന ട്രൈപോഡ് മെത്തേഡാണ് നമ്മളിവിടെ സിമ്പിളായിട്ട് കാണിച്ചത്. ഇപ്പോൾ ഇങ്ങനെ ട്രൈപോഡ് വയ്ക്കുമ്പോൾ നമുക്ക് നേരെ ആയിട്ടുള്ളതൊക്കെ അല്ലേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് താഴെ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലംബിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പൈപ്പിൻ്റെ ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. കണ്ട ഇങ്ങനത്തെ ഒരു ചെറിയ കഷ്ണം മതി നമുക്ക്. ഇനി നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു കുപ്പി. കണ്ട ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ കുപ്പി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ കുപ്പിയുടെ സൈഡിലായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ അകത്ത് മൊബൈൽ വെക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. കുപ്പി നമുക്ക് കത്രി കൊണ്ട് കട്ട് ചെയ്യണതായിരിക്കും സൗകര്യം, കൂടുതൽ അടിപൊളിയായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മൊബൈൽ വെക്കാനുള്ള സൗകര്യപ്രദമായിട്ടുള്ളൊരു കുപ്പി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കത്രി കൊണ്ട് കട്ട് ചെയ്ത്. ഇനി നമ്മൾ ഇത്തിരി പേപ്പർ എടുക്കുന്നു, അതുപോലെ തന്നെ പേപ്പർ കത്തിക്കുന്നു. എന്നിട്ട് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ എടുത്ത പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പിൻ്റെ കഷ്ണമില്ലേ, ആ പൈപ്പിൻ്റെ കഷ്ണം, ആ 3/4 ഇഞ്ച് പൈപ്പിൻ്റെ കഷ്ണം നമ്മൾ ഒരു അറ്റം നമ്മൾ ചൂടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ പൈപ്പ് നമ്മൾ ചൂടാക്കി ഒരു കപ്ലിംഗ് ഉണ്ടാക്കി, എന്നിട്ട് ഈ കപ്ലിംഗ് നമ്മൾ ഈസി ആയിട്ട് നമ്മുടെ കുപ്പിയുടെ അടപ്പിൻ്റെ ഭാഗമില്ലേ അവിടെ നമ്മൾ നല്ലതുപോലെ ഇതേപോലെ നമുക്ക് അങ്ങോട്ട് കയറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഉറപ്പിന് വേണ്ടിയിട്ട് ആ ടേപ്പ് കൊണ്ട് നല്ലതുപോലെ ചുറ്റി ഒന്ന് ബലപ്പെടുത്തി എടുക്കേണ്ടത്. കണ്ട സൂപ്പറായിട്ട് ഇരുന്നോളും, ഇനി വിട്ടൊന്നും പോവില്ല. എന്നിട്ട് നമ്മൾ ഈ പൈപ്പിൻ്റെ കഷ്ണം എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ ടീയുടെ അകത്ത് കയറ്റി കൊടുക്കുകയാണ്. കണ്ട ഇങ്ങനെ കയറ്റി ചെറുതായിട്ട് ഇങ്ങനെ കയറ്റി തിരികെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും, പിന്നെ വിട്ടു പോവില്ല.
എന്നിട്ട് മൊബൈൽ എടുക്കുന്നു. മൊബൈൽ ഈ കുപ്പിയുടെ അകത്ത് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത ആ ഭാഗത്തിൻ്റെ അകത്തുകൂടി അകത്തേക്ക് കയറ്റിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് അടിഭാഗത്തുള്ളതൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അകലം കൂട്ടിയോ കുറച്ചോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ? ഇതേപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ട്രൈപോഡ് ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? ഇങ്ങനത്തെ ട്രൈപോഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കണം, അടിപൊളിയാണ്. രണ്ടാമതൊരാളുടെ സഹായമില്ലാതെ വീഡിയോ പിടിക്കാനായിട്ട് ട്രൈപോഡ് വേണം. അപ്പോൾ കാശ് ചിലവില്ലാത്ത ട്രൈപോഡ് ആകുമ്പോഴോ അത് അടിപൊളിയല്ലേ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കണ്ട ഈസി ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഈ ട്രൈപോഡുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകം നമ്മൾ എടുത്ത് പറയേണ്ടത് ഇത് വേണ്ട, ഇതുപോലെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ, അതായത് മുകളിൽ നിന്ന് താഴത്തെ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന ചില മൊബൈലുകൾക്ക് നല്ലപോലെ വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ ആ വെയിറ്റ് കൊണ്ട് ചിലപ്പോൾ ഈ പൈപ്പ് ചരിയാനുള്ള സാധ്യത കൂടുതലാണ്, പെട്ടെന്ന് മറിയാനായിട്ടൊരു സാധ്യത കാണും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ ബക്കറ്റ് എടുക്കണം, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ്. എന്നിട്ട് ഈ ബക്കറ്റിൻ്റെ അകത്തേക്ക് ഈ കുപ്പി അങ്ങോട്ട് ഇറക്കി വയ്ക്കാം. എന്നിട്ട് ഈ ബക്കറ്റിൻ്റെ അകത്തേക്ക് എന്തെങ്കിലും ഒരു കനമുള്ള വസ്തു എന്തെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഇഷ്ടികയാണ് വെച്ചിരിക്കുന്നത്. അതേപോലെ എന്തെങ്കിലും ഒരു കനമുള്ള വസ്തു ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. മറിയൂന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അല്ലാതെ തന്നെ ഈ പൈപ്പ് അടിപൊളിയായിട്ട് ഇരുന്നോളും. ഇപ്പോൾ നമുക്ക് ഏത് കനമുള്ള മൊബൈൽ വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് ഈ കുപ്പിയുടെ അകത്ത് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റൂട്ടാ. ഒരു കാരണവശാലും ഈ പൈപ്പ് മറിഞ്ഞ് താഴെ പോവില്ല. അങ്ങനെ വളരെ വേഗത്തിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു പൈപ്പും ഒരു കഷ്ണം പൈപ്പും അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് കുപ്പിയും വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ട് നമുക്കൊരു ട്രൈപോഡ് ഉണ്ടാക്കിയെടുക്കാവുന്ന പരിപാടിയാണ് നമ്മളിവിടെ കാണിച്ചത്. അപ്പോൾ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? എല്ലാവർക്കും ഇഷ്ടമായ? അപ്പോൾ ഒരു പുതുപുത്തൻ അധ്യായത്തിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവരോടും സ്നേഹം. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.